ഒടുവിൽ ഉണ്ണീഷനും അവസാനം എങ്ങനെയെന്നറിയില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു. നീര് വന്ന് മുട്ടിയിട്ട് എല്ലാം കൂടി ഈ കിഡ്നിയുടെ ഒരു കുഴപ്പം വന്ന് കോഴിക്കോട്ടായിരുന്നു ചികിത്സയൊക്കെ. ഈ പി വി ഗംഗാധരൻ്റെ ഈ നേതൃത്വത്തിൽ PVS ചികിത്സയും എല്ലാം. അങ്ങനെ PVS എന്നാണ് രാവിലെ ഒരു 5:45 മണിക്ക് 6 മണിക്ക് ഈ മരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തൊട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനത്തിൽ ഈ ഒടുവിൽ പറഞ്ഞു, ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഇനി പ്രശ്നമാക്കണ്ട, ഇയാൾ എന്താണ് ആവശ്യപ്പെടുന്നത് കൊടുത്തോളൂ, നമ്മൾ അത് കഴിക്കാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പറയണ്ട, അയാൾ ചോദിക്കുന്നത് കൊടുത്തോളൂ തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു, മാമു എനിക്ക് ഞണ്ട് കുറച്ച് കഴിക്കണം, ഞണ്ട് കറി കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ഞണ്ടൊന്നും കഴിക്കാനില്ല. അപ്പോൾ ഏതായാലും പറയാമെന്ന് ഞാൻ വൈഫിനെ വിളിച്ചു. വൈഫാണ് അതിനെന്താ ഇഷ്ടം പോലെ ഞണ്ടുണ്ട് ഇവിടെ. അങ്ങനെ വേപ്പൂരിന്ന് കുറച്ച് ഞണ്ടൊക്കെ മേടിച്ച് കറി വെച്ച് കൊണ്ടുവന്നു. ഇവിടെ വന്ന് ജെയിംസ് തന്നെ ഒരു പഴയ ഡയറക്ടറുണ്ട് കോഴിക്കോട്ട്. ജെയിംസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ജെയിംസ് എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, നമുക്ക് ആൾക്ക് എന്തെങ്കിലും കൊടുക്കാം എന്ന് തന്നെ. അപ്പം ഈ ഒടുവിൽ ഈ മദ്യം കഴിക്കുന്ന ആളാണ്. അപ്പം ഭയങ്കര താല്പര്യം. അപ്പം ഇങ്ങനെ ചാരി കിടക്കുകയാണ് ഒരു തീരെ വയ്യാത്ത അവസ്ഥയിൽ. ഞാൻ വൈഫും പോയി. ഞാൻ ഉണ്ണേട്ടാ ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കട്ടോ എന്ന് തന്നെ. ആയിക്കോട്ടെ തന്നെ. അപ്പോൾ ജെയിംസ് കുറച്ച് ഈ സ്കോച്ച് ബ്ലാക്ക് ലേബിൾ എവിടെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്മോളിൻ്റെ പകുതി കുറച്ച് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തു. അത് ഒടുവിൽ വലിച്ചു കുടിച്ചു. അത് കുടിച്ചപ്പം ഇയാൾ ഈ അസുഖങ്ങളൊക്കെ മറന്നു ഒന്ന് നേർക്ക് എണീറ്റ് ചായയൊക്കെ ഇരുന്ന് വളരെ ഉഷാറായിട്ടിരുന്നു. ഉടൻ തന്നെ ഒരു സിഗരറ്റ് കത്തിച്ചു കൊടുത്തു. ആ സിഗരറ്റൊക്കെ വലിച്ചു. ഞാൻ ഞണ്ട് വേണ്ട എടുക്കണമെന്ന് പറഞ്ഞ് ഞണ്ട് കൊണ്ടുവന്നു. ഒരു നുള്ള് എടുത്തു, 1-2 ചെറിയ നുള്ള് കൈപ്പിടിയിൽ കിട്ടിയിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല, അത്രയും എടുത്ത് കഴിച്ചു. ഹാപ്പിയായി. ബാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ അവിടുത്തെ നിങ്ങളെല്ലാവരും കഴിച്ചോളൂ എന്നിട്ട്. ഇനി എന്ത് വേണം? ഒന്നും വേണ്ട, ഇനി നമുക്ക് നാളെ കാണാം. ഞാൻ ഇപ്പോൾ അങ്ങനെ ഉഷാറല്ലേ? ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് തന്നെ എത്ര ഉള്ളൂ, ഒരു കുഴപ്പമുണ്ടല്ല, എന്ന് ഉഷാറായിട്ട് പോകാം, നമുക്ക് അടുത്ത പടം കളിക്കണ്ടേ, സത്യം കാത്തിക്കാണ് നമ്മളെ എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ ആദ്യം തന്നെ പുറത്തിറങ്ങി സത്യനെ വിളിച്ചു, ഉണ്ണേട്ടൻ പോയി എന്ന് പറഞ്ഞിട്ട്.